എൻ്റെ പേര് കുര്യൻ ജോസഫ്. ഞാൻ തലയോലപ്പറമ്പ് സെയിൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുവാണ്. ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഉടമ്പടി എടുത്ത 26 ജനുവരി 2023 എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞാൻ ഉടമ്പടിയിൽ ഒരു എഴുതാത്തൊരു നിയോഗമായിരുന്നു. എനിക്ക് 30 വർഷമായിട്ട് ടോൺസിലൈറ്റിസ്, മൗത്ത് അൾസർ, പിന്നെ യാത്ര ചെയ്യേണ്ടതുള്ള ഛർദിൽ ഈ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാനും പോലും അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ഈ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു തണുപ്പടിച്ച് അല്ലെങ്കിൽ തൈര് കുടിക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു വെയിൽ ഉണ്ടെങ്കിൽ എനിക്ക് ടോൺസിലൈറ്റിസ് പെട്ടെന്ന് പനി പിടിക്കും. അതേപോലെ തന്നെ മൗത്ത് അൾസർ വന്നെങ്കിൽ നമുക്ക് വായി തുടങ്ങിയിട്ട് നാക്കെ തൊണ്ടയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അത് സ്പ്രെഡ് ആകുമായിരുന്നു. അതേപോലെ തന്നെ യാത്ര ചെയ്യണ സമയത്ത് എനിക്ക് ബൈ റോഡ് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ചെറുതായിട്ടൊന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞ് ഛർദിൽ തുടങ്ങും. ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞോട്ട് ഈ മൂന്ന് ബുദ്ധിമുട്ടുകളും ഈശോയും മാതാവ് എൻ്റെ മാറ്റി തന്നെ എനിക്ക് സുഖപ്പെടുത്തി. രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ വൈഫിൻ്റെ ഈ മാർച്ച് 2025 ഫസ്റ്റ് വീക്ക് വൈഫിൻ്റെ ലെഫ്റ്റ് നോസിൽ ഒരു സ്കിൻ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതുണ്ടായിക്കഴിഞ്ഞ് ഞാൻ അന്ന് വൈകിട്ട് ലെഫ്റ്റ് നോസിൽ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം രാവിലെ അച്ഛൻ ആ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അടുത്ത ദിവസം 2 ദിവസം അടുപ്പിച്ചായിട്ട് അച്ഛൻ പ്രാർത്ഥിച്ച് ആർക്കൊക്കെ ആ മൂക്കയിൽ ഒരു ഗ്രോത്തുള്ള അല്ലെങ്കിൽ തടുപ്പുള്ള അല്ലെങ്കിൽ ട്യൂമറായിട്ടുള്ള എല്ലാവർക്കും രോഗസൗഖ്യം കിട്ടുമെന്ന്. അപ്പം ഞാനും എൻ്റെ വൈഫിന് തീർച്ചയായിട്ടും വിശ്വസിച്ച് ഈശോയാണ് സംസാരിച്ച് ഈശോ എൻ്റെ വൈഫിനെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് പറയുകയും ചെയ്തു. അതേപോലെ തന്നെ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ്ലി മാറിക്കിട്ടി, രോഗസൗഖ്യം കിട്ടി. മൂന്നാമത്തെ സാക്ഷ്യമാണ് എനിക്കൊരു മാർച്ച് 2025 സ്റ്റാർട്ടിങ്ങിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. സീവിയർ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു കുറച്ച് ലേറ്റ് ആയിരുന്നു, കുറച്ച് നേരത്തെ വരേണ്ടായിരുന്നു, ചെസ്റ്റ് ഇൻഫെക്ഷൻ സീവിയർ ആണ്, അതുകൊണ്ട് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഇത് ഇൻ കേസ് ഇത് മാറിയില്ലെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഫർദർ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഒരാഴ്ച ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ചെസ്റ്റ് കൺജഷൻ ഒരു കുറവല്ല തോന്നി. പക്ഷേ നെഞ്ചിന് വേദന, അതേപോലെ തന്നെ ഭയങ്കര നിർത്താത്ത ചുമയായിരുന്നു. അപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ ഓർത്തു. പക്ഷേ ട്രീറ്റ്മെൻറ്റ് പോകുന്ന മുമ്പ് തന്നെ ഞാൻ മാതാവിൻ്റെ ഒരു നുള്ളു ഉപ്പ് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് കഴിച്ച്. എന്താ പറ്റിയെന്ന് അറിയാൻ മേല, ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആരെങ്കിലും പിടിച്ചു നിർത്തിയ പോലെ ആ ചുമ ആ സമയം ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് നിന്ന് അത് കഴിഞ്ഞെങ്കിൽ ചുമയോ അല്ലെങ്കിൽ ആ നെഞ്ചുവേദന ഉണ്ടായിട്ടില്ല. പിന്നെ അടുത്ത സാക്ഷ്യം എൻ്റെ പപ്പായുടെയാണ്. പപ്പായ്ക്ക് 1 വർഷമായിട്ട് ഒരു സ്കിൻ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്ത കാലയിലാണ്, മുട്ടിൻ്റെ അടിയിലായിട്ട്. അത് കഴിഞ്ഞ് ബാക്കിലും പിന്നെ വയറിൻ്റെ മേളിലായിട്ട് ഈ സ്കിൻ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് 1 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത്. പക്ഷേ അത് മാറിയില്ല. ഞാനൊരു ഡിസംബർ ആയപ്പം ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ പപ്പായോട് പറഞ്ഞായിരുന്നു നമുക്ക് തൈലം തേച്ചൊന്ന് പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് ഒരു ഫെബ്രുവരി തൊട്ട് പപ്പായോട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഉടമ്പടി ഉപ്പുണ്ടല്ലോ അത് വെള്ളത്തിലൊന്ന് ചാലിച്ചിട്ട് കാലയിൽ എവിടെയാണ് സ്കിൻ ഇൻഫെക്ഷനുള്ള അവിടെ ഒന്ന് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ പപ്പ അന്ന് തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് തേച്ച് പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അത് സ്കിൻ ഇൻഫെക്ഷൻ കംപ്ലീറ്റ്, അതുവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കുറയുമായിരുന്നു, പക്ഷേ അത് കംപ്ലീറ്റ്ലി ക്യൂർ ആകണില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കാലയിലുള്ള അതേപോലെ വയറയിലും ബാക്കിലുള്ള ഈ സ്കിൻ ഇൻഫെക്ഷൻ കംപ്ലീറ്റ്ലി ക്യൂറായി. അടുത്ത സാക്ഷ്യം എൻ്റെ മമ്മിക്കാണ്. അത് ഒരു ഫെബ്രുവരി സ്റ്റാർട്ടിങ് മമ്മിക്ക് തല ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട്, പിന്നെ തലയുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട്, ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം രാത്രി ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ, BP കൂടണം.
അപ്പം പെട്ടെന്ന് ഇത് ഞാൻ അറിഞ്ഞപ്പോൾ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു 2 ആഴ്ച മെഡിസിൻസ് കഴിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് സ്കാനിങ് ചെയ്യണം. സ്കാനിങ് ചെയ്ത് കഴിഞ്ഞെങ്കിലാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായി പ്രശ്നമെന്ന്. അപ്പം 2 ആഴ്ച ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യണം. അപ്പം അടുത്ത പാരൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയെ തന്നെ തേച്ച് മമ്മയ്ക്ക് വേണ്ടിയായിട്ട് പ്രാർത്ഥിച്ച് സുഖപ്പെടണമെന്ന് പറഞ്ഞ് അത് 2 ആഴ്ച ഡോക്ടർ സ്കാനിങ് പറഞ്ഞതാണ്. പക്ഷേ 10 ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ്ലി ക്യൂറായി. മമ്മിയുടെ ഈ തലയിലെ ഹെവിനെസ്സും ബാക്കിയുള്ള ബുദ്ധിമുട്ടെല്ലാം 2 ആഴ്ചയുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ്ലി ക്യൂറായി. ഇതുകൂടാതെ ഒത്തിരി ചെറിയ വലിയ അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ചെറിയൊരു അസുഖം വന്നതിലും പിള്ളേർക്കാണെങ്കിലും ഞങ്ങൾക്ക് ആർക്കാണെങ്കിലും ഞങ്ങൾ ഉടമ്പടി തൈലം അല്ലെങ്കിൽ ഉപ്പ് കഴിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കഴിയണം. ഉടനെ തന്നെ ഞങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഇതുവരെ മാതാവിനോട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാ കാര്യവും സാധിച്ചും തരാറുണ്ട് മാതാവ്. അതേപോലെ ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നതാണ്. അപ്പം പുതുക്കണ മുമ്പായിട്ട് ഇന്നലെ ഞാൻ കുമ്പസാരത്തിന് പോയെന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞ് ഞാൻ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് കൃപാസന അമ്മ ഉണ്ണീശോനെ കയ്യിൽ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൻ്റെ മുമ്പായിട്ട് മാതാവ് എന്നെ സുഗന്ധാഭിഷേകം തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മാതാവ് ഇതുകൂടാതെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെന്നൈയിൽ തന്നെ അവിടുത്തെ ഒരു പാവപ്പെട്ട കുടുംബത്തെ അവരുടെ 1 മാസത്തെ ഫുഡിന് റേഷൻ കംപ്ലീറ്റ് അത് ഞാൻ സ്പോൺസർ ചെയ്യാറുണ്ട്. പ്രാർത്ഥനാ ജീവിതം ബൈബിൾ വായനയുണ്ട്. പക്ഷേ എൻ്റെ ഡെയിലി എൻ്റെ പ്രാർത്ഥനാ ജീവിതം തുടങ്ങണ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കൊന്തയിലും 3 നിയോഗം ആദ്യം തുടങ്ങണം. ആദ്യത്തെ നിയോഗം ഞാൻ പറയണേ, എൻ്റെ കുടുംബത്തെയും അവസാനം വരെ വിശുദ്ധിയിലും നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആശീർവദിക്കണേ. എൻ്റെ കുടുംബത്തെയും സുവിശേഷത്തിനെയും കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഉടമ്പടി സാക്ഷികളായി ഉയർത്തണമേ. ഇതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം. ഇത് കഴിഞ്ഞുള്ള നിയോഗം എപ്പോഴും ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പിന്നെ ബാക്കിയെല്ലാം പ്രത്യേകമായിട്ട് 3 നിയോഗം എനിക്ക് ഭയങ്കര വിഷമമായിട്ട് വന്നൊരു നിയോഗമുണ്ട്. ഒന്നാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് ഞാൻ കൂടുതൽ കാണുന്നത് മാരീഡ് കപ്പിൾസ് ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഉണ്ട്, കുറേ ഡിവോഴ്സ് കേസസ് ഉണ്ട്. അപ്പോൾ അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയും ആരൊക്കെയാണ് ഇങ്ങനെ ഡിവോഴ്സിന് വേണ്ടിയൊക്കെ പോകണം അവർ മാനസാന്തരപ്പെട്ട് അവർ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. പിന്നെ വേറെ ഒരു 3ാമത്തെ നിയോഗമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ കാലത്ത് സൂസൈഡ് ടെൻഡൻസി ആയിട്ടുള്ള കുറേ കേസസിനെ കാണുന്നുണ്ട്. അവരെ മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി ആയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കോടാനുകോടി നന്ദി. സങ്കീർത്തനങ്ങൾ 34 6 മുതൽ 8 വരെ തിരുവചനങ്ങൾ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കുര്യൻ ജോസഫ് എന്ന ഈ സഹോദരനും കുടുംബവും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിലൂടെ ലഭിക്കുന്ന ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നതിനാൽ സഹോദരൻ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തിയത് സഹോദരൻ്റെ രോഗസൗഖ്യങ്ങൾ, അപ്പച്ചനുണ്ടായ രോഗസൗഖ്യങ്ങൾ, ജീവിത പങ്കാളിയുടെ രോഗസൗഖ്യങ്ങൾ, ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ക്ലേശകാലങ്ങളിൽ രോഗകാലങ്ങളിൽ അമ്മ മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ അവ സൗഖ്യത്തിലേക്കും സമാശ്വാസത്തിലേക്കും പൂർണ്ണമായി മാറിയതും കൂടുതൽ ഉടമ്പടിയിൽ ആഴപ്പെട്ട വിശ്വാസത്തോടെ ജീവിക്കുവാനും വിശ്വസ്തതയുടെ ഉടമ്പടിയിൽ ജീവിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് കൂടുതൽ നന്മ ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള കൃപയെക്കുറിച്ചാണ്. ഉടമ്പടി ജീവിതം നമ്മളെ എപ്പോഴും കൈപിടിച്ച് നടത്തുന്നത് ദൈവാഭിമുഖ്യമുള്ള മനുഷ്യരായി ജീവിക്കുവാനാണ്. ലോകത്തിൽ ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ലോകത്തിൽ മാനസാന്തരം ആവശ്യമുള്ളവർക്ക് വേണ്ടി, ലോകത്തിൽ കലഹിക്കുന്നവരുടെ അനുരഞ്ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഉടമ്പടി ജീവിതം നമ്മളെ എപ്പോഴും സഹായിക്കുന്നുണ്ട്. ഉടമ്പടിയിലായിരിക്കുമ്പോൾ ക്ലേശം അനുഭവിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ദൈവസ്നേഹ പ്രചോദിതമായ പ്രവൃത്തികൾ നമ്മളിൽ നിന്നും എപ്പോഴും മറ്റുള്ളവർക്ക് നൽകുവാൻ നമ്മളെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നുണ്ട്. ഉടമ്പടി നമ്മളെ ഒറ്റയ്ക്കുള്ള മനുഷ്യരാക്കുകയല്ല, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് കൂടി
നമ്മൾ കാവലാകുവാൻ, കരുതലാകുവാൻ വേണ്ടി നമ്മളെ ശക്തിപ്പെടുത്തുകയും വളർത്തുകയുമാണ്. അതുകൊണ്ട് ഈ കുടുംബം ഈ അൾത്താരയിൽ അമ്മ മാതാവിലൂടെ ലഭിച്ച ഭൗതികമായ നന്മകൾക്കൊപ്പം രോഗസൗഖ്യങ്ങൾക്കൊപ്പം ആത്മീയ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ നിരന്തരം അവരെ സഹായിക്കുകയും പ്രചോദിപ്പിച്ച് നയിക്കുകയും ചെയ്തതിന് ദൈവപിതാവിന് നന്ദി പറയുന്നു. നമ്മുടെ ജീവിതങ്ങളെയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, നമ്മുടെ ഇല്ലായ്മകളിലും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് അമ്മ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.